നമസ്കാരം. സമയം മലയാളം ദ ഇൻഫോ ഷോയിലേക്ക് സ്വാഗതം. പുകവലി, ആൽക്കഹോൾ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം ഉയരാനും ക്ലെയിമുകൾ നിരസിക്കപ്പെടാനും കാരണമാകുന്നുവെന്ന് എത്ര പേർക്കറിയാം? ഇന്നത്തെ വീഡിയോയിലൂടെ ആരോഗ്യ ഇൻഷുറൻസ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് വലിയൊരു വിഭാഗം ആളുകൾക്കും ഉത്തമ ബോധ്യമുണ്ട്. കോവിഡിന് ശേഷമാണ് ആരോഗ്യ ഇൻഷുറൻസിന് വലിയ തോതിൽ ഡിമാൻഡ് വർദ്ധിച്ചത്. എന്നാൽ നിങ്ങൾ പുകവലിക്കുന്നവരോ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരോ ആണെങ്കിൽ അത് ഇൻഷുറൻസ് പ്രീമിയത്തെയും ക്ലെയിമുകളെയും ബാധിക്കുമെന്നത് അറിഞ്ഞിരിക്കേണ്ടുന്നതാണ്. ഇന്ത്യയിൽ പുകവലി, മദ്യത്തിന്റെ ഉപയോഗം എന്നിവ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം, ക്ലെയിമുകൾ എന്നിവയെ ദോഷകരമായി ബാധിക്കും. ഇൻഷുറൻസ് കവറുകളുടെ പ്രൈസിംഗിൽ ഇത്തരം ശീലങ്ങൾ പ്രധാന റിസ്ക് ഫാക്ടറുകൾ എന്ന നിലയ്ക്കാണ് ഇൻഷുറൻസ് കമ്പനികൾ പരിഗണിക്കുന്നത്. പുകവലിക്കാത്തവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്മോക്കിംഗ് ഒരു ശീലമാക്കിയവർ കൂടുതൽ പ്രീമിയം നൽകേണ്ടതായി വരും. ലിവർ സിറോസിസ്, ശ്വാസകോശ അർബുദം തുടങ്ങിയ ആൽക്കഹോൾ, പുകയില എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ കൂടുതൽ വിശകലനത്തിന് ഇൻഷുറൻസ് കമ്പനികൾ വിധേയമാക്കും. ഇത്തരം ശീലങ്ങൾ സംബന്ധിച്ച് ഡിസ്ക്ലോഷർ നൽകിയില്ലെങ്കിൽ ക്ലെയിം നിരസിക്കപ്പെടുകയും പോളിസി ക്യാൻസൽ ആവുകയും ചെയ്യാനാണ് കൂടുതൽ സാധ്യത. നിങ്ങളുടെ ശീലങ്ങൾ ഇൻഷുറൻസ് പ്രീമിയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ആരോഗ്യപരമായ റിസ്ക് കൂടുതലാണ് എന്നതിനാൽ പുകവലിക്കുന്നവരുടെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഉയർന്നു നിൽക്കുന്നു. പുകവലിക്കുന്നവർ, വലിയ അളവിൽ മദ്യം ഉപയോഗിക്കുന്നവർ എന്നിവർക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, സ്ട്രോക്ക്, കരളിലുണ്ടാകുന്ന രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യത കൂടുതലാണ്. ഇക്കാരണത്താലും പ്രീമിയം വർദ്ധിക്കും. ആൽക്കഹോൾ ഉപയോഗം, പുകവലി എന്നിവ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. ഇവിടെ ചികിത്സാ ചെലവ് ഉയരുമെന്നതിനാൽ റിസ്ക് കുറയ്ക്കുന്നതിനു വേണ്ടിയും കമ്പനികൾ പ്രീമിയം ഉയർത്തുന്നു. വിവിധ സർവേകൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിലെ നല്ലൊരു വിഭാഗം ആളുകളും ആൽക്കഹോൾ ഉപയോഗിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്നുണ്ട്. ഇതും ഇൻഷുറൻസ് കമ്പനികളുടെ പ്രൈസിംഗ് തീരുമാനത്തെ സ്വാധീനിക്കുന്നു. ക്ലെയിമുകളെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആൽക്കഹോൾ ഉപയോഗം, പുകവലി എന്നിവയുടെ തോത് ഡിസ്ക്ലോഷറായി നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾ പോളിസി അപേക്ഷകരോട് ആവശ്യപ്പെടുന്നു. മോഡറേറ്റ് ആയ ഉപയോഗം ആണെങ്കിൽ പോലും ഡിക്ലറേഷൻ നൽകുന്നത് സെറ്റിൽമെന്റ് സമയത്തെ സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കും. പോളിസി ഇഷ്യൂ ചെയ്ത് ആദ്യ 5 വർഷത്തിനുള്ളിൽ നോൺ ഡിസ്ക്ലോഷർ കേസുകളിൽ ക്ലെയിം നിരസിക്കപ്പെടാനുള്ള സാധ്യത ഉയർന്നു നിൽക്കുന്നു. പോളിസി വ്യവസ്ഥകൾ പ്രകാരം ആൽക്കഹോൾ ഉപയോഗം, പുകവലി എന്നിവയുമായി ബന്ധപ്പെട്ട് നേരിട്ടുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഡയഗ്നോസിസിന് വേണ്ടി വരുമ്പോൾ അത് ക്ലെയിം നിരസിക്കപ്പെടാനുള്ള പ്രധാന കാരണമായി മാറും. പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ, ആൽക്കഹോളിസം പോലെയുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ എന്നിവ തമ്മിലുണ്ടാകുന്ന അതിർവരമ്പ് കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇതും ക്ലെയിമിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പോളിസി ഉടമകൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനായി ആരോഗ്യ ഇൻഷുറൻസ് പോളിസി വാങ്ങുമ്പോൾ തന്നെ പുകവലി, മദ്യപാനം എന്നിവ സംബന്ധിച്ച് ഫുൾ ഡിസ്ക്ലോഷർ നൽകേണ്ടുന്നതാണ്. സുതാര്യമല്ലാത്ത രീതിയിൽ ക്ലെയിം നിരസിക്കപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനികളുടെ തർക്കപരിഹാര ഓഫീസർ, ഓംബുഡ്സ്മാൻ ഓഫീസ്, കൺസ്യൂമർ കോടതി എന്നിവയുമായി ബന്ധപ്പെട്ട് പരാതി നൽകാം. ആൽക്കഹോൾ ഉപയോഗം, പുകവലി എന്നിവ സംബന്ധിച്ചുള്ള ക്ലെയിം നിരസിക്കലുകളിൽ കോടതികൾ പൊതുവെ ഇതിന് നേരിട്ടുള്ള തെളിവ് ആവശ്യപ്പെടാറുണ്ട്. പോളിസി വാങ്ങിയതിന് ശേഷമാണ് പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ സങ്കീർണമാകും. ഇവിടെയും ഇത്തരം കേസുകളിൽ ട്രീറ്റ്മെന്റ് ചെലവുകൾ പരിഗണിക്കാനിടയില്ല. പുകവലി, മദ്യപാനം എന്നിവ കാരണമാണോ രോഗമുണ്ടായതെന്ന് കണ്ടെത്താൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് പലപ്പോഴും നിയമപരമായ വ്യാഖ്യാനങ്ങൾ ആവശ്യമായി വരും. ഈ കാരണങ്ങളാലെല്ലാം പ്രീമിയം ഉയരാതിരിക്കാനും ക്ലെയിമുകൾ നിരസിക്കപ്പെടാതിരിക്കാനും സങ്കീർണതകൾ ഒഴിവാക്കുന്നതിനുമായി പോളിസി ഉടമകൾ സുതാര്യത പുലർത്തേണ്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.